ട്രംപ് ഇന്നലെ വരെ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട്, ഇന്നലെ വരെ സൗഹൃദമായിരുന്നവരെയൊക്കെ തള്ളിക്കൊണ്ട്, ട്രംപിന്റെ കച്ചവട താല്പര്യങ്ങൾ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടപെടുന്നു എന്ന ആരോപണം ശക്തമാണ്. ഇന്ത്യയിലും മറ്റ് വികസ്വര രാജ്യങ്ങളിലും ഭരണാധികാരികൾ അവരുടെ കുടുംബത്തിനും അവരുടെ പാർട്ടിക്കുമൊക്കെ വേണ്ടി പണം സമ്പാദിക്കാറുണ്ട്, അഴിമതി നടത്താറുണ്ട് എന്നത് എക്കാലത്തും വിവാദമാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല. ₹1 അധികമായി ചെലവായി എഴുതിയെടുത്താൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടവരാണ് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിലെ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും അവസ്ഥ. എന്നാൽ ട്രംപ് അത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ കളഞ്ഞ് 2ാം തവണ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നത് തന്റെ കുടുംബ ബിസിനസ് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാവുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടിലെല്ലാം ട്രംപ് വെള്ളം ചേർത്തിരിക്കുന്നു. ട്രംപിന് വേണ്ടത് തന്റെ കുടുംബത്തിന്റെ കച്ചവടം വളരുക മാത്രമാണ്. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കും, അവരെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റി പാർപ്പിക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ആ കച്ചവട താല്പര്യത്തിന്റെ ലക്ഷണമായിരുന്നു. സൗദി അറേബ്യയിലേക്കോ ഈജിപ്തിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഗാസയിലെ 25 ലക്ഷം വരുന്ന ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും ഗാസയിൽ അമേരിക്ക നേരിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി ഗാസയെ പശ്ചിമേഷ്യയുടെ റിവേറയാക്കി മാറ്റുമെന്നും ഒക്കെ ട്രംപ് പ്രഖ്യാപിച്ചത് നിർമ്മാണ കോൺട്രാക്റ്റിൽ ലഭിക്കുന്ന ലാഭമോർത്താണ്. എന്നാൽ ഏത് ശത്രുവിനോടും സന്ധി ചെയ്യാനും ഇന്നലെ വരെ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ വിഴുങ്ങാനും ട്രംപിന് ഒരു മടിയുമില്ല എന്ന് ഒന്നിന് പിറകെ ഒന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തറിലും UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ ചെന്ന ട്രംപ് അൽഖ്വയ്ദയുടെയും ഐസിസിന്റെയും ഒക്കെ നേതാവായിരുന്ന, ഇപ്പോൾ അട്ടിമറിയിലൂടെ സിറിയയുടെ ഭരണം പിടിച്ച ഭരണാധികാരിക്ക് കൈകൊടുക്കുന്നിടത്ത് വരെ എത്തി. എല്ലാവരെയും ഞെട്ടിച്ചത് അതൊന്നുമായിരുന്നില്ല. മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് ആദരിച്ചിരുന്ന മോദിയുടെ ഇന്ത്യയെ ട്രംപ് ഈ യുദ്ധകാലത്ത് തള്ളിപ്പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചു.